നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതുപോലെ ജോർജറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ്. ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഈ ഒരു കുർത്തി വന്നേക്കുന്നത്. ഇതുപോലെ വന്നിട്ട് കോട്ട് മോഡൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്കിവിടെ ടൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡോറീസ് അവൈലബിൾ ആണ്, നമുക്ക് ഷേപ്പ് അനുസരിച്ച് ടൈ ചെയ്യാനായിട്ട്. അതുപോലെ യോക്ക് പോർഷനിൽ ഇതുപോലെ നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് തന്നിരിക്കുന്നത്. സ്ലീവ്സ് ഇതാ ഇത്രയും ഉണ്ട്. നമുക്ക് ഏകദേശം 17 ഇഞ്ചസോളം നമുക്ക് സ്ലീവ് വരുന്നുണ്ട്. താഴെ ഇതുപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ കോട്ടിൽ വന്നിട്ട് ഇവിടെ നല്ല ചെറിയായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിടന്നോളും. താഴെ നമുക്ക് ഫ്രിൽസ് അവൈലബിൾ അല്ല, നോർമലി ഒരു കുർത്തി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കുർത്തി പോകുന്നത്. ഇതിൻ്റെ ക്ലോസ് വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ കുർത്തിയുടെ നെക്ക് പോർഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് പോയേക്കുന്നത്. ഇങ്ങനെയാണ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. ഇങ്ങനെയാണ് പോയേക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ. നമ്മൾ കുർത്തി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതുപോലെ കോട്ട് മോഡലാണെങ്കിൽ നമുക്ക് കോട്ട് അറ്റാച്ച് ചെയ്താണ്, നമുക്കത് ഡിറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ ബോഡി പോർഷനോട് തന്നെ കണക്റ്റഡ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു കോട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതുപോലെ വന്നിട്ട് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് പോലെ ഉണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ഇരിക്കുക. അതുപോലെ ഇവിടെ ഡോറീസ് അവൈലബിൾ ആണ്. ഡോറീസ് പിന്നെ സ്ലീവ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ഫുള്ള് നമ്മളുടെ കുർത്തിക്കകത്ത് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ എലാസ്റ്റിക് ഉണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നോളും. ഒരു പഫ് സ്ലീവ് പോലെ, ലോങ് പഫ് പോലെ നമുക്ക് അവിടെ ഇരിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നെക്ക് വരുന്നത് റൗണ്ട് പാറ്റേൺ ആണ്. ബാക്ക് നെക്ക് വരുന്നതും റൗണ്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ പോകുന്നത്. ഡോറീസ് ഒന്നും അറ്റാച്ച്ഡ് അല്ല, നമുക്ക് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ കുർത്തി ഇരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് M2XXL സൈസ് വരെ അവൈലബിൾ ആണ്. മീഡിയം, XL, ലാർജ്, XXL സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 588 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തികൾക്കും ഉള്ളത്. നേരത്തെ കാണിച്ച കുർത്തിയുടെ അതേ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. മെറൂൺ കളറിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സെയിം പാറ്റേൺ, എല്ലാം സെയിം തന്നെയാണ്. കോട്ട് മോഡലിൽ വരുന്നതാണ്. അതുപോലെ ടോപ്പ് പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ യോക്കിൽ നമ്മൾ നെറ്റിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ടൈ അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഈ ലെങ്ത് വരുന്നത്, നമ്മുടെ സ്ലീവ് ലെങ്ത് വരുന്നത് 17 ആണ്. നമ്മുടെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് 47 ആണ്. അതുപോലെ തന്നെ സ്ലീവ് എൻഡിൽ നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിടന്നോളും. പഫ് പോലെ, ലോങ് പഫ് പോലെ ഇതുപോലെ കിടന്നോളും. നെക്ക് വന്നിട്ട് ഇതുപോലെ റൗണ്ട് നെക്കാണ്. ബാക്കിലും റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടി ഇരിക്കുന്നത്. ഇതിൻ്റെ നമ്മളുടെ ക്ലോസ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കുർത്തി വരുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് പോയിരിക്കുന്നത്. നെക്ക് പോർഷനിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സ്ലീവ് വന്നിട്ട് ഇതുപോലെ, സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. സ്ലീവ് എൻഡ് വന്നിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് അതുപോലെ ഫ്രില്ല് പോലെ ഇവിടെ വരുന്നുണ്ട്. ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ലോങ് പഫ് പോലെ കിടന്നോളും. ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഇതുപോലെയാണ്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. കുർത്തി ത്രൂ ഔട്ട് നമുക്ക് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ മാത്രമേ ഉള്ളൂ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഇല്ലാത്തത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അതേ കുർത്തിയുടെ ഫീച്ചേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് M2XXL സൈസ് വരെ അവൈലബിൾ ആണ്. പ്രൈസ് വന്നിട്ട് 588.